നമസ്കാരം. ഒറ്റയാൾ പോരാട്ടവുമായി പി അൻവർ രംഗത്തുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ഏകദേശം ഒരു മാസക്കാല അടുക്കാറായിട്ടുണ്ട് അൻവർ പാർട്ടിയെ ആകപ്പാടെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നടത്തുന്ന വിവാദ പരാമർശങ്ങളുടെ ഒരു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിൽ ഹാലിളകി സത്യത്തിൽ ഈ CPM-കാരെല്ലാം വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പം അണികളെ സംബന്ധിച്ചിടത്തോളം അൻവർ പറയുന്നതിൽ സത്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടോ എന്നതിനെക്കുറിച്ച് ആകെ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ആശങ്കയിലാണ് അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ നിൽക്കുന്നത്. അതോടൊപ്പം ഈ ബാക്കിയുള്ള പൊതുജനത്തിൻ്റെ മനസ്സിലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ആശ്രിതന്മാരായി കഴിഞ്ഞുകൂടുന്ന MR അജിത് കുമാറിനെ കുറിച്ചും P ശശിയെക്കുറിച്ചും ഒക്കെ എന്തൊക്കെയോ ചില ചിന്തകൾ വന്നിട്ടുണ്ട്. ഇനി പൂരം കലക്കിയതിന് പിന്നിൽ അന്ന് ഈ പറയുന്ന പോലെ പ്രതിപക്ഷം ആരോപിച്ചിരുന്ന പോലെ ഒരു BJP-യും CPM-ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ അൻവർ നടത്തിയ പത്രസമ്മേളനം വളരെ അഗ്നിവർഷം നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാര്യം ഇവിടെ വന്നിട്ട് അൻവർ കൃത്യമായി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കുന്നു. തലയിൽ അടിക്കുന്ന തരത്തിലാണ്, നെറുകം തലയിൽ അടിക്കുന്ന തരത്തിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മറുപടി എന്നോണം CM പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെയുള്ള മറുപടി വിശദമായി തന്നിരിക്കും. ഇതിപ്പോൾ മറ്റെന്തോ ആരെയോ കൂട്ടുചേർന്നുകൊണ്ട് ആർക്കൊക്കെയോ ഒപ്പം നിന്നുകൊണ്ട് ഇദ്ദേഹം അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് ഇതൊക്കെ, യാതൊരുവിധ അടിസ്ഥാനവുമില്ല, തെളിവുകളില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അൻവർ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുമ്പോഴും മുഖ്യമന്ത്രിയെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കുന്നില്ല. 188 തവണ അവിടെ സ്വർണ്ണക്കടത്ത് കരിപ്പൂരിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാറാണ്, അവിടുത്തെ SP ആയിരുന്ന സുജിത് ദാസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം അതിനെ സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടുണ്ടാവണം എന്നുള്ള നിലയിൽ അതോടൊപ്പം ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെയാണ് അൻവർ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന് നമുക്കറിയാം. അപ്പം ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി ഇടതുപക്ഷം അല്ലെങ്കിൽ CPM രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം വിരട്ടലും വിലപേശലും ഒന്നും ഞങ്ങളോട് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ ഉള്ള അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു പോസ്റ്ററുകളാണ്, അവിടെ ഫ്ലെക്സ് ബോർഡുകളാണ് അദ്ദേഹത്തിൻ്റെ വീടിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം നിലമ്പൂർ ടൗണിൽ അൻവറിനെ കുറിച്ച് അൻവർ ഈ ചെയ്ത ഒരു വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ അൻവറിനെ വാഴ്ത്തിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും കാണുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി അദ്ദേഹത്തെ പല്ലി എന്നാണ് വിശേഷിപ്പിച്ചത്. വെറും പല്ലിയല്ല, ഉത്തരം താങ്ങിയിരിക്കുന്ന പല്ലി. നമുക്കറിയാം, ഉത്തരത്തിലിരിക്കുന്ന ഒരു പല്ലിയെ സംബന്ധിച്ചിടത്തോളം ആ പല്ലിക്കൊരു അഹങ്കാരമുണ്ട്. അതായത് ഞാനാണ് ഈ ഉത്തരത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എന്നുള്ള വിചാരമുണ്ട്. ജനങ്ങൾക്കെല്ലാം കാര്യം അറിയാമെങ്കിലും, സത്യം അറിയാമെങ്കിൽ പോലും പല്ലി വിശ്വസിക്കുന്നതിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല. ആ തെറ്റിനെ പല്ലി വിശ്വസിക്കുന്നു. ആ രീതിയിൽ ഞാനാണ് ഇതെല്ലാം താങ്ങി നിർത്തുന്നതെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ശരിയെന്നും അൻവർ കരുതുന്നു എന്നുള്ളതാണ് ശിവൻകുട്ടിയുടെ ആ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത സംശുദ്ധമായ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. ആ പ്രഭാവത്തെ നശിപ്പിക്കാൻ ഈ പറയുന്ന ഇതുപോലുള്ള കളകൾ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കള എന്ന വാക്കാണ്. നമുക്ക് കള എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു കൃഷിയിടത്തെ നശിപ്പിക്കാൻ തക്ക ശേഷിയോടുകൂടി വളർന്നു വരുന്ന ചെറിയ ചെടികളെയാണ് കളകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചെടികളൊന്നും നന്നായി വളരാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇത്തരം ഉപദ്രവകാരികളായ സസ്യങ്ങളെയാണ് നമ്മൾ പൊതുവെ കളകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ കളയാണ് ഈ പറയുന്ന അൻവർ എന്നുള്ള അർത്ഥത്തിൽ വി ശിവൻകുട്ടി പറയുന്നുണ്ട്. പാർട്ടിക്കൊരു വലിയ ചരിത്രമുണ്ട്, അതൊരു വലിയൊരു ചരിത്രം തന്നെയാണ്. നിലമ്പൂരിൽ പോലും പാർട്ടിക്കൊരു ചരിത്രമുണ്ട്. അതിൽ സഖാവ് കുഞ്ഞാലിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി ആ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം പിണറായി വിജയനെക്കുറിച്ചും ഇടതുപക്ഷ പാർട്ടിയെക്കുറിച്ചും ജനങ്ങൾക്ക് നന്നായി അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ തരത്തിലൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരിക്കലും അൻവറിന് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വി ശിവൻകുട്ടി ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ഇദ്ദേഹത്തിന് പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്, ഏതൊക്കെയോ ചില കള്ളനാണയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അച്ചാരം വാങ്ങിയാണ് അൻവർ ഇത്തരത്തിൽ ഇപ്പോൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നൊക്കെ ശിവൻകുട്ടി പറയുന്നുണ്ട്. അതോടൊപ്പം ഇത് ആരാണ് ചെയ്യിച്ചത് എന്നുള്ള കാര്യം കാലം തെളിയിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പൂർണ്ണമായും അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
പാർട്ടിക്കുള്ളിൽ പോലും ഈ പി വി അൻവർ നടത്തുന്ന ഈ ഒറ്റയാൾ പോരാട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടോ ഒരു തരത്തിലും ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പി വി അൻവർ ഉന്നയിക്കുന്നതെല്ലാം തെറ്റാണെന്നും അതിലൊന്നും പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലെന്നും പിണറായി വിജയന് യാതൊരു ബന്ധമില്ല എന്നും ഒക്കെ വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി അണികളുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അപ്പോൾ അതായത് പിന്നെ ഈ പി ജയരാജൻ നമുക്കറിയാം കണ്ണൂരിലെ ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരനാണ്, അതോടൊപ്പം മുതിർന്ന ഒരു പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം പറയുന്നത് ഒരു വലതുപക്ഷ ട്രാക്കിലൂടെയാണ് പി വി അൻവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ വലതുപക്ഷ ട്രാക്ക് എന്ന് പറയുമ്പോൾ ഇത് ഈ രീതിയിൽ നിന്നുകൊണ്ട് ഒരു സർക്കാരിനെ, നിലവിലുള്ള സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് പി വി അൻവറിൻ്റെ വാക്കുകളിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പി വി അൻവർ ഒരിക്കലും രാഷ്ട്രീയത്തിലൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല, പകരം ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വരുന്നു എന്നുള്ളതും പി ജയരാജൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷം പ്രധാനമായും പി വി അൻവറിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ. നമുക്കറിയാം ഈ പറയുന്ന പോലെ അദ്ദേഹം സൂര്യനാണ് എന്ന് വിശേഷിപ്പിച്ച എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. അപ്പോൾ എം വി ഗോവിന്ദൻ മാഷിനെ പോലും അദ്ദേഹം നിർത്തുന്നുണ്ട്. കാര്യം എം വി ഗോവിന്ദൻ മാഷ് ആദ്യം പറഞ്ഞിരുന്നത് നിങ്ങൾ പരാതി എഴുതി തരൂ, പരാതി എഴുതി തന്നാൽ നടപടി ഉണ്ടാകും. പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയുമാണ് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ ആരോപണങ്ങൾ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് ഉപോത്ബലകമായ പല വീഡിയോ തെളിവുകളും കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അപ്പം ഇങ്ങനെ വെറുതെ പറയുന്ന വാക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നടപടി എടുക്കാൻ കഴിയില്ല, എഴുതി പരാതി സമർപ്പിക്കാൻ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരുന്നു. ഇതനുസരിച്ച് പി വി അൻവർ ഒരു ദൂതൻ വശം ഈ പറയുന്ന എഴുതിയ ഒരു പരാതി അവിടെ കൊടുത്തിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇതൊക്കെയാണ് പി വി അൻവർ എം എൽ എ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ തെളിവുകൾ അദ്ദേഹം പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും അതോടൊപ്പം എം ആർ അജിത് കുമാറിനെയും, ഇത്രയധികം ആരോപണങ്ങൾ നേരിടുന്ന എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്ന് മാത്രം ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു, പിണറായി വിജയനൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാതെ ADGPയെ സർവീസിൽ നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നു. ഈ പറയുന്ന പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ പേര് അപകീർത്തിപ്പെടുന്നതിന് പ്രധാന കാരണക്കാരൻ പി ശശി എന്ന കാട്ടുകള്ളനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ രീതിയിലൊക്കെ ഉള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്തും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഭയക്കുന്നു, എന്തിനു വേണ്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ഇനിയും കാലം തെളിയിക്കും. ഈ പറഞ്ഞ ഹൈക്കോടതിയിലേക്ക് പരാതിയുമായി പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് തീർപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.